നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട. ആളുകൾ എൻ്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള. ഇത്രയും സൂപ്പർ പടം ഇതാണ് വേണ്ടത്. എമ്പുരാനോ കുമ്പുരാനോ അല്ല, ഇതാണ് പടം. നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. ഇന്ന് കാലത്ത് മുതൽ രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. തരുൺ മൂർത്തി, താങ്ക് യു താങ്ക് യു താങ്ക് യു. മോഹൻലാൽ, ലാലേട്ടൻ ഇങ്ങനെ തന്നതിന്. സ്ക്രീനിൽ 2.25 മണിക്കൂർ ഒരു മോഹൻലാൽ സിനിമ കണ്ടിട്ട് സാധാരണ നമ്മൾ പറയും നെഞ്ചും വിരിച്ച് ഇറങ്ങി വരും. അത് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരുന്നത് മാത്രമല്ല, മനസ്സ് നിറഞ്ഞ് കണ്ണ് കലങ്ങി എച്ചാതി പടം. നന്ദി പ്രിൻസി, 1000 നന്ദി. താങ്കളെ കണ്ടതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. തൂക്കിയെന്ന് പറഞ്ഞു ലാലേട്ടൻ. ഇമോഷണൽ ആണോ? കരഞ്ഞോ? ഞാൻ ഭയങ്കര ഇമോഷണൽ ആക്ച്വലി. ലാലേട്ടനെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത് വല്ലപ്പോഴും. ഗംഭീരം. എന്റെ സ്വാമി സമ്മതിച്ചു. ഒരു ഫാമിലി പടം കാണാൻ പോയിട്ട് ത്രില്ലടിച്ച് താണ്ട രോമ എഴുന്നേറ്റ് വരുന്ന സംഭവം പടം. വെടിക്കെട്ടാണ്. എക്സ്ട്രാ ഓർഡിനറി ലാലേട്ടൻ. അതാണ് നോക്കിയടാ രോമ എഴുന്നേക്കുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലാലേട്ടൻ പൊളിച്ചു സ്ക്രീനിൽ. ഒരുപാട് നാളിന് ശേഷം ഇങ്ങനെ കാണുമ്പോൾ വളരെയധികം സന്തോഷം. അത് കേട്ടാ മതി. ഒന്നും പറയാനല്ല, സന്തോഷം തുടങ്ങണ്ടത്. നമ്മുടെ ഒരു വിന്റേജ് ലാലേട്ടൻ കിട്ടിയോ? പിന്നെ നല്ല സൗണ്ട്. സത്യം പറഞ്ഞാല് കരയിപ്പിച്ചാണ് ക്ലൈമാക്സിൽ. ഇമോഷൻ കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല. ആണോ? തകർത്ത് വാരി മോഹൻലാൽ. ചേട്ടന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിപ്പോ. അത്രയ്ക്ക് ഇമോഷനാണോ? അത്രയ്ക്ക് ഇമോഷൻ. അവസാനമൊക്കെ കിടിലമായിട്ട് മോഹൻലാലിന് മാത്രമേ പറ്റുള്ളൂ. ആണോ? കിട്ടിൽ ഒന്നും പറയാനില്ല. വേറെ ലെവല് പടം. അടിപൊളി. സമ്മതിച്ചു വന്നിരിക്കുന്നറിയാ, നിന്നെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. നമുക്ക് ഈ സെറ്റപ്പ് ഒന്ന് കൊഴിപ്പിച്ചെടുക്കണം. മികച്ച ഒരു സിനിമ. ലാലേട്ടൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു, ലാലേട്ടൻ്റെ കരിയറിൽ തന്നെ എണ്ണം പറയാവുന്ന ഒരു സിനിമയായിട്ട് ഇത് എഴുതി ചേർക്കപ്പെടും. ലാലേട്ടൻ തുടരും.